നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള വെണ്ടക്ക മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം വെണ്ടക്ക നന്നായിട്ട് കഴുകി തുണി വെച്ച് നല്ലോണം തുടച്ചിട്ടാണ് ഇത് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഉണക്കിയിട്ടാണ് മുറിച്ചത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും, കുറച്ച് മല്ലിയില, ഒരു 1/2 കപ്പ് തൈര്, ഒരു ചെറിയ 3 തക്കാളി ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാലയായിട്ട് ഒരു ഏലക്കായ്, ഒരു കഷ്ണം പട്ട, 2 കറിയാമ്പ്, ഒരു ബേ ലീഫ്, പിന്നെ കുറച്ച് കസൂരി മേത്തി വേണം, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, പിന്നെ പൊടികളായിട്ട് 2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും, പിന്നെ കുറച്ച് ഓയിലും. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഞാനൊരു പാത്രം വെച്ച് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ വെണ്ടക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 3/4 വേവായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ വെണ്ടക്കയുടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിതിന് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ അതേ പാനിൽ തന്നെ 1 ടീസ്പൂണും കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ച സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് കളറെല്ലാം ഒന്ന് ചേഞ്ചായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കളറെല്ലാം ചേഞ്ചായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉള്ളി ഒരു ബ്രൗൺ കളറായിട്ട് വരണം. മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്കിനി എടുത്തു വെച്ച പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. പൊടികളിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. തീ നല്ലോണം കുറച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ. നമ്മളെ പൊടികളെല്ലാം മൂത്തിട്ട് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ പ്യൂരിയിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. ഇതിലുള്ള വാട്ടർ കണ്ടൻ്റ് എല്ലാം നല്ലോണം ഒന്ന് കുറഞ്ഞു വന്നാൽ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തൈര് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അഴിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാലയിൽ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ച് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ ഇനി നമ്മൾ മസാലയിൽ 2 മിനിറ്റ് ഞാൻ കുക്കാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടക്കയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമ്മളെടുത്ത് വെച്ച കസൂരി മേത്തി എടുത്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ വെണ്ടക്ക മസാലയുടെ ഏകദേശം റെഡി ആയിട്ട് ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ലാസ്റ്റ്.
ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കി കുറച്ച് മല്ലിയിലയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഉപ്പും പുളിയും ചെറിയൊരു മധുരവും നല്ലതായിട്ട്. ആ മധുരം ഇട്ടാൽ എന്താ വെച്ചാൽ നമ്മളെ എല്ലാ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസായി കിട്ടേണ്ടിയിട്ടാണ് കുറച്ച് നമ്മൾ പഞ്ചസാര ഇടുന്നത്. ഒക്കെ ഇപ്പോൾ നമ്മളെ കറി അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ വെണ്ടക്ക മസാലയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ചപ്പാത്തിക്കും പൊറോട്ടക്കെല്ലാം നല്ല മാച്ചുള്ള കറിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചോറിനും ഒരു സൈഡ് കറിയായിട്ട് നമുക്കിതെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.